ഹലോ ഗായ്സ്, എല്ലാവർക്കും ആലപ്പുഴ മല്ലുന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, ആലപ്പുഴ മല്ലുന്ന ചാനലിലെ പുതിയ വ്ളോഗുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഒരു മാർക്കറ്റാണ്. ഈ മാർക്കറ്റ് പല പേരുകളിലാണ് ഇവിടെ അറിയപ്പെടുന്നത്. വെള്ളിയാഴ്ച മാർക്കറ്റ്, പല്ലാവൂരം മാർക്കറ്റ്, വെള്ളിക്കിഴമ മാർക്കറ്റ്, പിന്നെ ഫ്രൈഡേ മാർക്കറ്റ്. ഒരു മാർക്കറ്റ് തന്നെയാണ്, പക്ഷേ പല പേരിലാണ് അറിയപ്പെടുന്നത് മാത്രമേ ഉള്ളൂ. നല്ല പഴക്കം ചെന്ന ഒരു മാർക്കറ്റാണിത്. വർഷങ്ങളായി ഈ മാർക്കറ്റ് ഇവിടെ തുടരുന്നു. നമ്മുടെ വീടുകളിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ചീപ്പ് റേറ്റിൽ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പോകാവുന്നതാണ്. അത് എല്ലാ സാധനങ്ങളും ഇവിടെ ഈ മാർക്കറ്റിലുണ്ടെന്നതാണ്. അപ്പോൾ ഈ കാണുന്നതാണ് മാർക്കറ്റ്. നമ്മളതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. വണ്ടിയിൽ വരാനും അതുപോലെ തന്നെ ട്രെയിനിന് വരാനും മെട്രോയിൽ വരാനൊക്കെ സൗകര്യമുണ്ട്. ഇതിലെല്ലാത്തിനും നടുക്കാണ് ഈ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ വണ്ടിയിലാണ് വന്നിരിക്കുന്നത്. വണ്ടി പാർക്കിംഗ് ചെയ്യണമെങ്കിൽ ബൈക്കിനാണെങ്കിൽ 20 രൂപയും കാറിനാണെങ്കിൽ 100 രൂപയാണ് വരുന്നത്. ചെന്നൈ എയർപോർട്ടിൻ്റെ തൊട്ടടുത്തും കൂടിയാണ് ഈ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. ട്രെയിനിന് വരാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ തിരുവല്ലം സ്റ്റേഷനും പല്ലാവൂരം സ്റ്റേഷൻ്റെ നടുക്കായിട്ടാണ് ഈ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെയുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച മാത്രമേ ഈ മാർക്കറ്റ് പ്രവർത്തിക്കുകയുള്ളൂ. അതും രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെയാണ് സമയം. 1.5 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന റോഡിൻ്റെ ഇരുവശത്തുമായിട്ടാണ് സാധനങ്ങളെല്ലാം വിൽക്കാനായിട്ട് വച്ചിരിക്കുന്നത്. അത്യാവശ്യം സാധനങ്ങളുണ്ട്. ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഈ മാർക്കറ്റ് കിട്ടും. അതും ഏറ്റവും കുറഞ്ഞ നിരക്ക് കിട്ടും. അത് പുറമെ അതിനകത്ത് തന്നെ പെറ്റ് ഷോപ്പും ഉണ്ട്. നടന്നു തുടങ്ങിയിട്ട് തീരുന്നില്ല. അപ്പം 1.5 കിലോമീറ്ററോളം നീണ്ടു കിടക്കുകയാണ്. എവിടെ നോക്കിയാലും സാധനങ്ങൾ തന്നെയാണ്, വേറൊന്നുമില്ല. പിന്നെ ഇവിടെ ഇറച്ചി മീനും മാത്രം കിട്ടത്തില്ല, ബാക്കിയെല്ലാം ഈ മാർക്കറ്റിലുണ്ട്. അതിപ്പോൾ എന്തൊക്കെ പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ, തുണികൾ, ചെരുപ്പ്, പാത്രങ്ങൾ, അത് ഓട്ടുപാത്രം, സ്റ്റീൽ പാത്രം, ഇലക്ട്രോണിക് സാധനങ്ങൾ, സൈക്കിള്, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അലമാര, പിന്നെ ജിമ്മിലേക്ക് വേണ്ട വെയിറ്റ്, അതിൻ്റെ മെഷീൻസ് എന്ന് വേണ്ട സകല സാധനങ്ങൾ, ഓട്ടുപാത്രങ്ങൾ, പിന്നെ അതുപോലെ തന്നെ പഴയ പാത്രങ്ങൾ. എനിക്കിതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഒന്നാമത്തത് പഴയകാല നാണയങ്ങളാണ്, രണ്ടാമത്തത് പെറ്റ് ഷോപ്പാണ്. ഇത് രണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് താല്പര്യമുണ്ടായിരുന്നു കേട്ടോ. പഴയകാല നാണയം എന്ന് വെച്ചാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നാണയങ്ങളുണ്ട്, പിന്നെ ടിപ്പു സുൽത്താൻ ഉപയോഗിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ നാണയങ്ങളുണ്ട്. നമ്മളുടെ തന്നെ 10 പൈസ, 20 പൈസ, 25 പൈസ, അങ്ങനെ കുറേ നാണയങ്ങളുണ്ട്. പിന്നെ പഴയകാല ചക്രം എന്ന് പറയുന്ന നാണയം ഉണ്ടായിരുന്നു. വൻ സംഭവം തന്നെയാണ് ഈ മാർക്കറ്റ്. പണ്ട് കാലത്തെ നാണയങ്ങളുടെ ശേഖരം തന്നെ ഇവിടെ ഉണ്ടെന്ന് തന്നെ പറയാട്ടോ. നമ്മൾ തന്നെ പഴയ നിരോധിച്ച 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ, പിന്നെ ഡോളർ, 1 രൂപയുടെ നോട്ട്, 2 രൂപയുടെ നോട്ട്, 5 രൂപയുടെ നോട്ട്, അങ്ങനെ എല്ലാം ഉണ്ട് അവിടെ. പിന്നെ പെറ്റ് ഷോപ്പ്. പെറ്റ് ഷോപ്പ് അടിപൊളിയാണ്. അതുപോലെ തന്നെ പട്ടിക്കുട്ടികൾ, പൂച്ച, താറാവ്, കോഴിയുടെ തന്നെ കുറേ വെറൈറ്റികളുണ്ട്. അത് വളർത്താനാണെങ്കിലും കൊല്ലാനാണെങ്കിലും അവിടെ ഉണ്ട്. നാടൻ കോഴി, കരിങ്കോഴി, പിന്നെ അതുപോലെ താറാവിൻ്റെയും വെറൈറ്റികൾ കുറേ താറാവുണ്ട്, മുയലുകൾ, പിന്നെ കിളികൾ. പപ്പീസൊക്കെ കാണാനായിട്ട് നല്ല ക്യൂട്ടാണ്. നേരെ വാങ്ങിച്ചിട്ട് പോകണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ മാർക്കറ്റ് കണ്ടിട്ട് ഇവിടേക്ക് വരാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുക.
അവിടെ നിന്ന് ലോക്കൽ ട്രെയിനിൽ ഒന്ന് കയറുക, എന്നിട്ട് പല്ലാവൂരം റെയിൽവേ സ്റ്റേഷൻ വന്ന് ഇറങ്ങുക. അവിടെ തിരക്കി കഴിഞ്ഞാൽ കുറച്ച് നടക്കാനുള്ളൂ, നേരെ ഫ്രൈഡേ മാർക്കറ്റ് വന്ന് കയറാം. വെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ, രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ ഉള്ളൂ. പെറ്റ് ഷോപ്പ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതെല്ലാം ഇലക്ട്രോണിക് സാധനങ്ങളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അതിൽ തന്നെ ഫോണുണ്ട്. അത് പഴയ ഫോണാണ്. പിന്നെ കമ്പ്യൂട്ടർ, ക്യാമറ, ലാപ്ടോപ്പ്, അങ്ങനെ അനുബന്ധ സാധനങ്ങളെല്ലാം ഉണ്ട്. പിന്നെ വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, ഇതെല്ലാം റേറ്റ് കുറവാണ്. ഇവിടെ എടുക്കുന്ന എല്ലാത്തിനും റേറ്റ് കുറവാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും ശരിക്കും വില കുറവാണ്. അത് അലമാരയൊക്കെ വരുന്നത് 8500 രൂപ, ആ റേഞ്ചിൽ വരുന്നത്. അതെല്ലാം നല്ല ഭംഗിയുള്ള സാധനങ്ങളാണ്, കാണാൻ നല്ല ക്വാളിറ്റി ഉള്ളുണ്ട്. നട്ടുകൾ, കട്ടിൽ, ഡബിൾ കോട്ട്, സിംഗിൾ കോട്ടും. ஓகே மேட்ரஸோட பின் மேட்ரஸ் போட்டால் 16 ரூபா வரும். அப்படியா? ஹோம் போட்டிங்கன்னா 12 ரூபா வரும். கட்லு மேட்ரஸ். ഓക്കെ. ഹോം മാട്രസ് പോട്ടാൽ 12 രൂപ വരും. പിന്നെ പോട്ടാൽ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സോഫ സെറ്റ്, കസേര, അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ ഒക്കെ ഏരിയയാണ്. നമുക്ക് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടെടുക്കാം. അതും നോക്കിയെടുക്കണം മാത്രമേ ഉള്ളൂ. കാരണം ഇതിൽ തന്നെ സെക്കൻഡും ഉണ്ടാവും, ഫസ്റ്റും ഉണ്ടാവും. അപ്പോൾ അത് നോക്കി നമ്മൾ എടുക്കുക. പിന്നെ വില പേശാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ വില പേശുക. ജിം ഐറ്റംസൊക്കെ എല്ലാം സെക്കൻഡ് ഹാൻഡാണ്, പക്ഷേ എല്ലാം കൊള്ളാം, വെയിറ്റൊക്കെ അടിപൊളിയാണ്. പിന്നെ സൈക്കിള്, അവിടെ എന്താ ഇല്ലാത്തതെന്ന് അറിയത്തില്ല, എല്ലാം ഉണ്ട് അവിടെ. ആലപ്പുഴ മല്ലു എന്ന ചാനലിൽ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ ബൈ. ഫ്രൈഡേ മാർക്കറ്റിനെ പറ്റിയുള്ള വിശേഷങ്ങൾ ഇതാ ഇവിടെ തീരുകയാണ്. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ.